ഇന്നത്തെ ഡെസ്റ്റിനേഷൻ നെറ്റൂർ ഷാപ്പാട്ടാ. അവിടെ പോയിട്ട് തലക്കറി കഴിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഓണ വഴി ചെറിയ വഴികൾ, അതേ ആട്ടിൻകുട്ടികളൊക്കെ ആയിട്ട് ആ വഴിയിലേക്ക് പോണ വഴിയത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സീനറിയാണ്. ഒരു രക്ഷയില്ലാത്ത സീനറിയാണ്. ഇത് മുകളിൽ നിന്നുള്ള വ്യൂ ആണേ. ആ താഴത്ത് കാണുന്ന ഷാപ്പ്. അപ്പോൾ അവിടെ വന്ന വണ്ടികളൊക്കെ പാർക്ക് ചെയ്യണമെങ്കിൽ ഈ ലെഫ്റ്റ് പാലത്തിൻ്റെ സൈഡിൽ ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് പോവുക. ഷാപ്പിലേക്ക് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഒരു സ്ഥലം ഇരിക്കാനുണ്ട്. പിന്നെ പുറത്ത് നമ്മുടെ കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫാമിലിക്കൊക്കെ ഇരിക്കാനായിട്ട് പുറത്ത് അടിപൊളി സൗകര്യമുണ്ട്. അതാണ് ഈ ഷെഡിനകത്തുള്ളത്. അതിൻ്റെ തൊട്ട് സൈഡിലുള്ളത് കായലാണ്, അപ്പുറത്തെ പാലമാണ്. ഇവിടെ ഇരുന്നുള്ള ഈ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഫുഡിനേക്കാളും സൂപ്പർ ഈ വ്യൂ സെറ്റപ്പാണ്. നമ്മളവിടെ ചെല്ലുമ്പോൾ ആ സൈഡിൽ കോർണർ ചെയ്യുന്നുള്ള ടേബിളിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്, കിടില മഴ. മഴയത്ത് നമ്മൾ ചൂടായിട്ട് നമുക്കുള്ള ഓരോ സാധനങ്ങൾ പതുക്കെ ഓർഡർ ചെയ്ത് സംഭവങ്ങൾ പയ്യെ വരാൻ കഴിയും. മീനിൻ്റെ തലക്കറി എടുത്ത ഒരു സ്പെഷ്യലാണ്. പല ടൈപ്പ് തലയുണ്ട്. മോതയുടെ ഉണ്ട്, കേരയുടെ ഉണ്ട്, പല വലിപ്പത്തിലുള്ള റേറ്റ് ഉണ്ട്. അത് 550, 350 ആ റേറ്റാണ്. ഞങ്ങൾ കുറച്ച് പേരുള്ളതുകൊണ്ട് മാത്രം കുറച്ചേ ഓർഡർ ചെയ്തുള്ളൂ. ഞാൻ ഞണ്ട് എടുത്ത പീസ് തട്ടിപ്പറിച്ച് കൊണ്ടുപോയി. ഓക്കെ, ഞണ്ട് കിഡിലൻ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഉക്കരൻ ടേസ്റ്റ് ആയിരുന്നു. ഞണ്ടിൻ്റെ ആ ഗ്രേവി ഒരു രക്ഷയില്ലായിരുന്നു. നല്ല ജ്യൂസി ആയിട്ട് കുടംപുളിയൊക്കെ ഇട്ട നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നു ഞണ്ട് കറി ഉഗ്രനായിരുന്നു കേട്ടോ. എല്ലാം നല്ലതാണ്. സ്പെഷ്യൽ ഞണ്ട് കറി സൂപ്പറായിരുന്നു. കല്ലുമേക്ക കണ്ടപ്പോൾ കല്ലുമേക്ക ഓർഡർ ചെയ്തു. കല്ലുമേക്ക ചെറുതായിരുന്നു, പക്ഷേ അതും ഉഗ്രൻ ടേസ്റ്റ് ആയിരുന്നു കല്ലുമേക്ക. പിന്നെ ചെമ്പല്ലി ഫ്രൈ ഓർഡർ ചെയ്തു. ചൂടോടെ ചെമ്പല്ലി ഫ്രൈ, നല്ല അടിപൊളി ടേസ്റ്റായിട്ട് ചെമ്പല്ലി ഫ്രൈ ഉണ്ടായിരുന്നു. അപ്പോൾ ചോറ് ഓർഡർ ചെയ്തു. അപ്പോൾ ചൂട് ചെമ്പല്ലിയും ചൂട് ചോറും കായലിൻ്റെ സൈഡിൽ അടിപൊളി സെറ്റപ്പായിരുന്നു അവിടുത്തെ. ഫുഡൊക്കെ എല്ലാം സൂപ്പറായിരുന്നു അവിടുത്തെ, അടിപൊളിയായിരുന്നു. പിന്നെ പതുക്കെ 1 മണി 2 മണിയായപ്പോഴേക്കും ടേബിളൊക്കെ പയ്യെ ഫില്ലായി ഫാമിലീസൊക്കെ ഇഷ്ടമായി വന്നു. ഫുള്ളാണ് അവിടെ എപ്പോഴും. ക്യാഷ് ഓൺലി പേയ്മെൻറ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടുത്തെ ഐറ്റംസിൻ്റെ ഏകദേശം വില, ഷാപ്പിൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ എൻജോയ് വിത്ത് വിനോദ്.